സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കാളിത്തമുള്ള വലിയ തലമുറ എല്ലാവരും ഓർക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ കടന്നു പോവുകയാണ് രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലൂടെ. വിപുലമായ ആഘോഷ പരിപാടികൾ രാജ്യമാകെയും. സംസ്ഥാനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ കൂടി ചേരുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കേരള തലസ്ഥാനത്തിൽ ദേശീയ പതാക ഉയർത്തുക. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. നൃപൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാവിലെ 9 മണിക്കാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ ആരംഭിക്കുക അല്ലേ? മുഖ്യമന്ത്രി 9 മണിക്കാണോ സല്യൂട്ട് സ്വീകരിക്കുക? ഇതിപ്പോൾ എവിടെയാ? സെൻട്രൽ സ്റ്റേഡിയത്തിലാണോ? തീർച്ചയായും ശരത്ത്, രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം, 78 വർഷം രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പൂർത്തിയാവുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനത്തിൻ്റെ വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ്. മുഖ്യമന്ത്രി, ആദരണീയനായ കേരള മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പതാക ഉയർത്തുക. നേരത്തെ പറഞ്ഞതുപോലെ 8:55 തന്നെ മുഖ്യമന്ത്രി പതാക ഉയർത്തുന്നതിന് വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. പതാക ഉയർത്തുന്ന ആ പീഠം നമുക്ക് കാണാം. അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കും. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം മുഖ്യമന്ത്രി കൈമാറും. അതിനുശേഷം ഈ വിപുലമായ പരിപാടികളാണ് സാധാരണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുക. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്ത പ്രത്യേകം തിരഞ്ഞെടുത്ത കുട്ടികളുടെ ദേശീയ ഗാനം ഉണ്ടാകും. VIP-കൾ, അതായത് മന്ത്രിമാർ, ഒപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത് വീക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേരും. പൊതുജനങ്ങൾക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഈ സ്വാതന്ത്ര്യദിന പരിപാടികൾ കാണുന്നതിനും മറ്റ് വിപുലമായ മുഖ്യമന്ത്രിയുടെ സന്ദേശം കേൾക്കുന്നതിനുമൊക്കെ തന്നെ എല്ലാ സൗകര്യങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് വിവിധ സേനാ വിഭാഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് മുഖ്യമന്ത്രി വീക്ഷിക്കും. അത് ഓരോ വിഭാഗത്തിൻ്റെയും പാസിംഗ് ഔട്ട് പരേഡായിരിക്കും മുഖ്യമന്ത്രി വീക്ഷിക്കുക. ഓരോ വിഭാഗത്തിനും, വിവിധ സായുധ വിഭാഗങ്ങളുടെയും സായുധരല്ലാത്ത മറ്റ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയവരുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം അതിന് ശേഷമായിരിക്കും നൽകുക. ഒപ്പം തന്നെ വിശിഷ്ട സേവനത്തിന് ഉള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവയെല്ലാം മുഖ്യമന്ത്രി സമ്മാനിക്കും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. പൊതുജനങ്ങൾക്ക് ഇത് വീക്ഷിക്കുന്നതിന്, ഞാൻ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതാണ്, പൊതുജനങ്ങൾക്ക് ഇത് വീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ ശരത്ത് മുഖവരയായി പറയുന്നത് കേട്ടു, രാജ്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന, സാധാരണ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ പറയാറുണ്ട്, വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടമാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും സങ്കീർണാവസ്ഥയിലേക്ക് രാജ്യം പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംസ്ഥാനത്തും നടക്കുന്നത്. രാജ്യത്തിൻ്റെ മതേതരത്വം, ഭരണഘടനാ സംവിധാനങ്ങൾ വെല്ലുവിളിക്കുന്ന അവസ്ഥ, വിഭജനത്തിൻ്റെ രാഷ്ട്രീയം രാജ്യത്ത് ഉയരുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഘട്ടത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംബന്ധിച്ച് രാവിലെ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് മഴയുടെ ഒരു അവസ്ഥ മാറി തെളിഞ്ഞൊരു കാലാവസ്ഥയിലേക്ക് സെൻട്രൽ സ്റ്റേഡിയം വരികയാണ്. മുഖ്യമന്ത്രി ഈ വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് നേരിട്ട് അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് ആദ്യം വീക്ഷിക്കും. അതിനുശേഷമാണ് പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുക. അതിനുള്ള മുഴുവൻ ഒരുക്കങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ ഈ വേദിയുടെ തന്നെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മറുഭാഗത്താണ് വിദ്യാർത്ഥികൾ ദേശീയ ഗാനം, ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത്. ഇതിൻ്റെ മറുഭാഗത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ശരത്ത് കാണുന്നുണ്ടാവും, അതിൻ്റെ സജ്ജീകരണങ്ങളാണ്. വിദ്യാർത്ഥികൾ അതിൻ്റെ റിഹേഴ്സൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. വിവിധ പരിപാടികളോടുകൂടി ഈ മെഡലുകൾ സമ്മാനിച്ച് മുഖ്യമന്ത്രിയുടെ സന്ദേശവും കൈമാറി പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷമായിരിക്കും ഇതിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുക. ശരത്, വളരെ സമഗ്രമായി തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ തയ്യാറെടുപ്പുകൾ, അവസാനവട്ട ഒരുക്കങ്ങളാണ്. അതേക്കുറിച്ചൊക്കെയാണ് നൃപൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയമാണ്. ഇവിടെയാണ് 9 മണിക്ക് സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുക.